ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോടെ ചെയ്യാം കേട്ടോ. എൻ്റെ പേര് ശോഭിത. ഈ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ മാത്രം വീഡിയോ അല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള ഒരു ഫേഷ്യൽ കൂടിയാണ് കേട്ടോ. നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഫേഷ്യൽ ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് തൈരും അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയും തൈരും കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ അത് ഈ ഒരു രൂപത്തിലുണ്ടാവും കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് മുഖത്ത് തേച്ച് ഒരു 2-3 മിനിറ്റ് വെച്ച് ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതൊന്ന് കഴുത്തിലേക്ക് കൂടി ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്തിട്ടൊന്നും സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ, ഒന്ന് നൈസായിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പം തന്നെ ഒരുവിധം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം കേട്ടോ. ഒരു കോട്ടൺ തുണി നനച്ച് അങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഴുകുകയാണെങ്കിൽ അങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിലൊരു മസാജ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനാണ് കുറച്ച് തൈരും പിന്നെ കുറച്ച് തേനുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 തുള്ളി തേനും കുറച്ച് നമ്മുടെ മുഖത്ത് എത്ര തേക്കണോ അതിനനുസരിച്ചുള്ള കുറച്ച് തൈരും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുഖത്തൊന്ന് തേച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതും നമ്മളൊരു 5 മിനിറ്റാണ് കേട്ടോ മുഖത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കെമിക്കൽസ് ഒന്നുമില്ലാതെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിത് ചെയ്യാനുള്ള മടി കാരണവും എളുപ്പത്തിനൊക്കെ വേണ്ടി നമ്മൾ പെട്ടെന്ന് പാർലറിലേക്കാണ് പോവുക. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രായം തോറും കുറച്ച് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ മുഖത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതുപോലുള്ള പാക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതൊക്കെ ഒന്ന് മാറി നമുക്ക് എന്നും ചെറുപ്പമായി തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ഫേഷ്യലൊക്കെ ചെയ്യുമ്പം. പിന്നെ നമുക്കൊന്നും വലിയ രീതിയിലൊന്നും മസാജിങ്ങൊന്നും അറിയാത്തവരാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം മുഖത്ത് വെച്ച ശേഷം വെറുതെ ഒന്ന് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. തൈരും തേനും ഒക്കെ ആയതുകൊണ്ട് തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കൂടി കിട്ടും. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു കോട്ടൺ നനച്ച് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകിയെടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ മുഖത്ത് നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ പാക്ക് കൂടി ഒന്ന് മുഖത്ത് ഇടുന്നത് കാണാം. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യമായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഈ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ അരിപ്പൊടിയും പിന്നെ തൈരും പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇതിലൊന്ന് കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. PCODയുടെ തരാറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് ഹെയർ ഗ്രോത്ത്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടി കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ നമുക്കത് ഹെയർ ഗ്രോത്തിനെയൊക്കെ തടയാൻ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഒരു കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളത് ചേർത്തില്ല വെച്ചാൽ ഒരു കുഴപ്പമില്ല. ചിലവർക്ക് കസ്തൂരി മഞ്ഞൾ നമുക്ക് മുഖത്ത് പറ്റാത്തൊക്കെ കുഴപ്പം വരും. അത് കാരണം എല്ലാവരും ചേർക്കണമെന്നില്ല. ഈ തൈരും കാപ്പിപ്പൊടിയും തേനും പിന്നെ കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇതിനൊന്നൊരു കൃത്യ അളവ് എന്ന് പറയാനില്ല കേട്ടോ. നമ്മുടെ ഒരു മുഖത്തേക്ക് എത്രത്തോളം പേക്ക് വേണോ അതിനുള്ള ആവശ്യത്തിനനുസരിച്ച് ഒക്കെ നമ്മൾ കുറേശ്ശെ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. തൈരൊക്കെ എന്തായാലും ഒരുപാട് അളവിലൊന്നും ചേർക്കണ്ട. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പേക്ക് പരുവത്തിലാവാനുള്ളൊരു കണക്കിനെടുത്താൽ മതി. അങ്ങനെ തന്നെ തേനും ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുകയാണ് കേട്ടോ.
കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കൊന്നും പറ്റില്ല, അത് പറ്റാത്തവർ അത് ഉപയോഗിക്കേണ്ട കേട്ടോ. മുഖത്ത് ചിലവർക്ക് അതൊരു അലർജി ആയിട്ട് വരും. അങ്ങനത്തെ ഒരു കസ്തൂരി മഞ്ഞൾ പറ്റി ഒഴിവാക്കുക. പിന്നെ തൈരും ചിലർക്ക് പറ്റാത്ത ഇതുണ്ടാവാൻ മതിയാവും. അങ്ങനെയാണെങ്കിൽ പാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ തൈര് ഉപയോഗിക്കുന്നിടത്തൊക്കെ നമുക്ക് പാൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ പാക്ക് പാൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മുഖത്ത് തേച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ മുഖത്ത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. മുഖത്ത് തേച്ച് ഒരുപാട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് നമുക്കത് എങ്ങനെ ഡ്രൈ ആവുന്ന ആ ഒരു രൂപം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നെക്കിലേക്ക് കൂടി തേക്കാൻ മറക്കരുത്. നെക്കിലേക്കും ഒന്നാകെ തേച്ച് കൊടുക്കുക. ഈ പാക്ക് നന്നായിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റോളം മുഖത്ത് വെച്ചതിന് ശേഷം മുഖം കഴുകി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോടി ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതൊരു പാക്ക് തേച്ച് കഴിഞ്ഞാലും മുഖം കഴുകി കഴിഞ്ഞ ശേഷം നമ്മളൊരു നല്ല മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ക്രീമില്ല എങ്കിൽ നിങ്ങൾ കറ്റാർവാഴ ജെല്ലോ നേരിട്ട് കറ്റാർവാഴയുടെ ആ ജെല്ല് എടുത്തിട്ടോ മുഖത്ത് തേക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ക്രീമാണ് തേക്കുന്നതെന്നും ഒക്കെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അതേ മുഖമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ അതേ കണ്ടില്ലേ മുഖത്തിൻ്റെ മാറ്റം, നല്ല കളറ് വെച്ചിട്ടുണ്ട്. ആ ടാനൊക്കെ മാറി മുഖം നല്ല ഇതായിട്ടുണ്ട്. ഈ വ്യത്യാസം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ക്രീം കൂടി തേച്ച് കൊടുക്കാം കേട്ടോ. കറ്റാർവാഴ ജെല്ലാണെങ്കിൽ അങ്ങനെയായാലും തേച്ചാൽ മതി. അപ്പം ഞാൻ ഒലയുടെ ഒരു ക്രീമാണ് കേട്ടോ തേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.